ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഡേ ഫുള്ളൊന്നുമില്ല, ഒരു ഉച്ച വരെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നല്ല മഴ പെയ്യുന്നൊരു ദിവസമാണ്. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പം മഴ ഇല്ലാത്ത ടൈം നോക്കി ഞാൻ വേഗം മുറ്റടിച്ച് വരാൻ ഇറങ്ങിയാണ് കേട്ടോ. മുറ്റടിച്ച് വാരി പകുതി ആയപ്പോഴേക്കും തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പുറത്തിതാ എപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതുവരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ പത്തിരിയൊക്കെ പരത്തലും കുഴക്കലും പരത്തലൊക്കെ കഴിഞ്ഞപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ പത്തിരി ചുടുമ്പോഴേക്കിനും അപ്പുറത്ത് താത്ത ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഗ്രീൻ പീസ് കറി വറവിടാണ്. ഒരു അടുപ്പിൽ ഞാനിങ്ങനെ പത്തിരി ചുടുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് താത്ത ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഗ്രീൻ പീസ് കറിയും പത്തിരിയൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ ആദ്യം തന്നെ മസാല ഒട്ടിച്ചൊക്കെ പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വീഡിയോ എടുക്കുന്ന ഒരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം തിങ്കളാഴ്ച അല്ലേ സ്കൂളിൽ. അപ്പം ഇവിടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പം ഞാനിത് ഈ ലഞ്ച് ബോക്സ് പിന്നെ ഞാൻ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ലഞ്ച് ബോക്സാണ്. നല്ല കട്ടിയും കനമൊക്കെ ഉള്ള സൈസാണ്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ ലിങ്ക് തരുന്ന കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, വേണമെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ ലിങ്കായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഇതാ നമ്മൾ സിങ്കിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും വന്ന് ചെയ്ത് തരുമല്ലോ. അപ്പം ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് എടുത്ത് വെക്കാൻ വെച്ചിട്ട് ഞാനിത് അവിടെ അടുക്കളയിലെ പണിയെടുക്കുമ്പോൾ അത് അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ താത്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞാൻ ഫുൾ കിച്ചണിലെ പരിപാടി ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അകത്തതൊക്കെ താത്തയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടോ. അടുപ്പൊക്കെ പിന്നെ ഡെയിലി പണികളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് വിമ്മൊക്കെ ഇട്ടിട്ട് അങ്ങനെ നന്നായിട്ട് തേച്ച് കഴുകലുണ്ട് കേട്ടോ. അപ്പം അടുപ്പത്ത് വെക്കുന്ന എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യൽ സാധാരണ. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും അടുപ്പ് തേച്ച് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ അടുപ്പൊക്കെ തേച്ച് കഴുകി നന്നാക്കി. പിന്നെ ഇനി സിങ്കൊക്കെ ഒന്ന് കഴുകിയിടാൻ കേട്ടോ. സിങ്കൊക്കെ പിന്നെ എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ കഴുകിയിടുന്നതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മളെ സിങ്ക് കാണാൻ നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ. അല്ല എപ്പോഴും ഇങ്ങനെ പാത്രം കഴുകുന്ന നനയുന്നൊക്കെ അല്ലേ, അപ്പോൾ ഒരു കൊഴുപ്പ് മാതിരി ആവും വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ സിങ്കൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി സിങ്കൊക്കെ കഴുകി കഴിഞ്ഞ് നമുക്ക് ഈ അടുക്കളയിൽ ഈ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ഇടട്ടോ. പിന്നെ തുടയ്ക്കലും അടിക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ.
ഇതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ ഇതിലിടില്ല. ഇതിൻ്റെ ഫുൾ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇതൊരു കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ബിരിയാണീൻ്റെ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അതാ അവിടെ ബിരിയാണിയൊക്കെ റെഡിയായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഇപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.